ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരു അമേരിക്കക്കാരൻ്റെ പേര് ലോകത്തിലെ വാർത്താമാധ്യമങ്ങളിൽ അടുത്ത കാലത്ത് സ്ഥാനം പിടിച്ചു. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തി അമേരിക്കൻ ഒറിജിനാണ്, പക്ഷേ ജൂത വംശനാണ്. ഇയാളുടെ പേര് ഈ അടുത്ത കാലത്ത് കൂടുതൽ പോപ്പുലറാകാൻ കാരണം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ അമേരിക്കയിലേക്ക് ബ്രിട്ടനിൽ നിന്നൊരു പ്രതിനിധിയെ അയച്ചു. പീറ്റർ മാൻഡൽസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് അയക്കാൻ കാരണം ബ്രിട്ടനിലെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മാക്സേനി പ്രൈം മിനിസ്റ്റർ അടുത്ത് പറഞ്ഞു ഇയാളെ അമേരിക്കയിൽ പോസ്റ്റ് ചെയ്യണം, റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് അമേരിക്കയിൽ പോസ്റ്റ് ചെയ്തത്. ബ്രിട്ടൻ്റെ പ്രതിയായി വന്ന ആളെ 2025 സാക്ക് ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ ഇയാളെ തിരിച്ചു വിളിച്ചു. അത് ഒരു ആരോപണം വന്നു ഇയാളുടെ പേരിൽ. ലൈംഗിക പീഡന കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈൻ എന്നയാളിൻ്റെ സുഹൃത്താണ് ഇയാളെന്ന് കണ്ടിട്ടാണ് തിരിച്ചു വിളിച്ചത്. അങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ബാലപീഡകനെപ്പറ്റി ലോകം മുഴുവൻ അറിഞ്ഞത്. ഇയാൾ 1953 ഒരു ജൂത കുടുംബത്തിൽ അയാൾ അമേരിക്കയിൽ ജനിച്ച വ്യക്തിയാണ്. പിന്നീട് 1974 മാൻഹാട്ടനിൽ ഇയാൾ 21ാമത്തെ വയസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി. പക്ഷേ വലിയ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല ഇയാൾക്ക്. പക്ഷേ അവിടെ ഒരു അധ്യാപകനായിട്ട് ജീവിതം തുടങ്ങി. 1974 കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് മാൻഹാട്ടനിൽ പ്രത്യക്ഷപ്പെട്ട്. പക്ഷേ 1976 ഇയാളെ പിരിച്ചുവിട്ടു. ഇയാളെ പിരിച്ചുവിടാൻ കാരണം ഇയാളെ ക്വാളിഫിക്കേഷനൊക്കെ വെരിഫൈ ചെയ്തവർ. ആ സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത ചില കുട്ടികളെ പീഡിപ്പിച്ചു ഇയാൾ. അങ്ങനെയാണ് ഇയാളെ ക്വാളിഫിക്കേഷൻ നോക്കിയത്. ഇയാൾക്ക് വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല, പക്ഷേ കുട്ടികളെല്ലാം വലിയ ഇഷ്ടമാണ് ഇയാൾക്ക്. കുട്ടികൾക്ക് ഇയാളെ വലിയ ഇഷ്ടമാണ്. അവരെയൊക്കെ നല്ലതായിട്ട് ഇയാൾ സ്നേഹിക്കുകയും അവരെ കളിക്കുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്ന കണ്ടു. 1981 ഇയാൾ പിരിച്ചുവിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നപ്പം ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇയാൾ തുടങ്ങി. പിന്നീട് ഉയർച്ചയിലിട്ടാണ് ഇയാൾ വന്നത്. അമേരിക്കയിലെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ പിന്നീട് ജെഫ്രി എപ്സ്റ്റൈൻ അതിൽപ്പെട്ടു. ലോകത്തിലെ കോടീശ്വരന്മാരിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനായിട്ട് വന്നു. അതിന് എങ്ങനെ വന്നു? ഫൈനാൻഷ്യലായിട്ടുള്ള പുള്ളിയുടെ വളർച്ച അങ്ങനെയാണ് വന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇയാളെ അമേരിക്കയിലെ നമുക്കറിയാം ക്യൂബ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനോടൊക്കെ ചേർന്നൊരു ഐലൻഡ് 75 ഏക്കർ, അവിടെ ഇയാൾ സാൻ ജെയിൻസ് എന്ന് പറഞ്ഞ ഐലൻഡ് വിലയ്ക്ക് വാങ്ങിച്ചു. 75 ഏക്കറോളം വരും. അവിടെ സ്വർണ്ണ മകുടമുള്ള വലിയൊരു കെട്ടിടമൊക്കെ അയാൾ പണിതു. ഒരു വിനോദ കേന്ദ്രമായി മാറി. വളരെയധികം പണം അവിടെ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ലോകത്തിലെ ശതകോടീശ്വരനായപ്പോൾ പലരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഇയാൾ. പല ആൾക്കാരും ഇയാൾ ആതിഥ്യം സ്വീകരിച്ച് ആ ദ്വീപിലെത്തും. ലോകരാഷ്ട്ര നേതാക്കന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരംഗം, അതുപോലെ ദലൈലാമ വരെ അവിടെ പോകുന്നു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ. പക്ഷേ ഇയാളെ 1981 ഇയാൾ ഒരു സാമ്പത്തികമായ വലിയ വളർച്ചയിൽ പോയെങ്കിലും 2004 ഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു ഇയാൾ. പിന്നീട് ഒരു 5 സ്ത്രീകളെ 2006 പീഡിപ്പിച്ചു. അങ്ങനെ ഈ ശതകോടീശ്വരൻ അറസ്റ്റിലായി ശേഷം ജയിലിൽ 1.5 വർഷത്തെ തടവിനാണ് ഇയാളെ ശിക്ഷിച്ചത്. അവിടെ ജയിലിൽ കിടന്ന സന്ദർഭത്തിൽ ഒരു ശിക്ഷയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇയാൾ വധിക്കപ്പെട്ടു. എന്തായാലും ഇയാൾ ആതിഥ്യം സ്വീകരിച്ചു വന്ന ബ്രിട്ടനിലെ രാജകുടുംബത്തിൽ ആൻഡ്രൂ രാജകുമാരനും അതുപോലെ ധാരാളം ലോകത്തിന് അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം
ഇയാളുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെ വന്നപ്പം ഇയാളുടെ സെക്സ് വൈകൃതങ്ങളൊക്കെ പുറത്തേറ്റ് വന്നു. ഇയാൾ പീഡകനാണ് എന്ന് തെളിഞ്ഞു. 5-6 കേസുകൾ അമേരിക്കയിൽ വന്നു. അയാളെ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു ജയിലിൽ വെച്ച്. ഇപ്പോഴ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജെഫ്രി ഐൻസ്റ്റൈൻ്റെ ഏകദേശം 60 ലക്ഷം ഫയലുകൾ ഇയാൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടോ, ആരൊക്കെയായിട്ട് സൗഹൃദം പ്രാപിച്ചോ അവരുടെ എല്ലാം ഫോട്ടോകളും അവരുടെ എല്ലാ സംഭാഷണങ്ങളും അവരെല്ലാം നെറ്റിലും ഇയാൾ പലയിടത്തും സ്റ്റോർ ചെയ്തു. അത് ഏകദേശം 60 ലക്ഷം ഫയലുകൾ വരുന്നെന്നാണ് പറയുന്നത്. അയാളെപ്പറ്റി വാർത്തകൾ വരികയും ഇയാളെ ശിക്ഷിക്കപ്പെടുകയും ജയിലിലാകുകയൊക്കെ ചെയ്തപ്പം ഇത് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയി കഴിഞ്ഞപ്പം US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പരിശോധിക്കുന്നതിന് അമേരിക്കയിലുള്ള ജനപ്രതിനിധികളെ അനുവദിച്ചു. അതിനെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല, അവർക്ക് അത് പരിശോധിക്കാം, അതിൻ്റെ നോട്ടുകൾ കുറിച്ചെടുക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നു. ഇയാളുമായിട്ട് ബന്ധപ്പെട്ടവർ ഇയാളുടെ ആ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരും ഇയാളുടെ ഐലൻഡിൽ വന്നിട്ടുണ്ട്, ഇയാളുടെ സൗഹൃദം തീരിച്ചിട്ടുണ്ട്. ബിൽ ക്ലിൻ്റൻ്റെ ബന്ധുക്കൾ അവിടെ വന്നിട്ടുണ്ട്, ആൻഡ്രൂ രാജകുമാരൻ വന്നിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്, ദലൈലാമ വന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാവരും അവിടെ വന്നു പോയിട്ടുണ്ട്. ചിലരുടെ പേരുകളൊക്കെ അവിടെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. എങ്കിലും ലോകരാഷ്ട്രങ്ങളിലെ എല്ലാം ഇത് വലിയ വാർത്തയായി. അങ്ങനെ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഇയാൾ കുറിച്ചു വച്ചിരിക്കുന്ന നോട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളും വേണം ഇപ്പോൾ ആർക്ക് വേണേലും അത് കൈവശപ്പെടുത്താവുന്ന ലെവലിലെത്തി. പല ആൾക്കാരും അത് പല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ തുടക്കം അവിടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തങ്ങളുടെ അമേരിക്കൻ പ്രതിനിധിയെ തിരിച്ചു വിളിച്ചു, അയാളെ അവിടെ നിന്ന് പുറത്താക്കി. അതോടുകൂടിയാണ് ഇത് വലിയ വിവാദമായത്. എന്തുകൊണ്ടാണ് പുറത്താക്കി എന്നുള്ളത് സെക്സ് ഒഫൻഡർ ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം തന്നെ. ഇതാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ജൂതവംശജൻ്റെ അയാളുടെ ജീവചരിത്രം. ഇത്ര വിവാദമായ ജെഫ്രി എപ്സ്റ്റീൻ പിന്നീട് 2006 അയാൾ ജീവിതം അവസാനിപ്പിച്ചു. അയാൾ ജയിലിൽ അയാളെ കൊന്നതാണെന്ന് പറയുന്നുണ്ട്, അയാൾ ജീവിതം അവസാനിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തോട് അനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളിലെ മുന്തിയ നേതാക്കന്മാരെല്ലാവരും വളരെയധികം, കാരണം ഇയാളുടെ ക്യാരക്ടർ അറിയാതെ പലരും അവിടെ പോയിട്ടുണ്ടാവാം, പക്ഷേ ഇയാൾ ആതിഥ്യം സ്വീകരിച്ച് പലരും പോയിട്ടുണ്ടാവും. ഇയാൾ സാമ്പത്തികമായി പലരെ സഹായിച്ച കൂട്ടത്തിലും അവർ സഹായങ്ങളും കൈപ്പറ്റിയിട്ടുണ്ടാവും. എന്തു വന്നാലും ശരി, ജെഫ്രിയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഇപ്പം ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും വലിയ വിവാദമായിരിക്കുന്നു. പല നേതാക്കന്മാരും, രാഷ്ട്രീയ നേതാക്കന്മാരും, ഭരണകർത്താക്കളും, മ്യൂസിഷ്യൻസും, ലോകത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരെല്ലാവരും ഇയാളുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ ചെന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ.